ബ്രിസ്റ്റൗണിൽ നടന്ന ഏകദിനത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇന്ത്യയുടെ വിജയം ബൗളിംഗ് മികവിൽ. കുൽദീപ് യാദവിന്റെയും രവീന്ദ്ര ജഡേജയുടെയും കുത്തിത്തിരിഞ്ഞ പന്തുകൾക്ക് മുന്നിൽ വിൻഡീസ് ബാറ്റർമാർ വെള്ളം കുടിച്ചു. 3 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങിയ 4 വിക്കറ്റെടുത്ത കുൽദീപ് യാദവും 3 വിക്കറ്റെടുത്ത രവീന്ദ്ര ജഡേജയും നിറഞ്ഞാടിയ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 5 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസിനെ 23 ഓവറിൽ വെറും 114 റൺസിന് എറിഞ്ഞൊതുക്കിയ ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം കണ്ടു. കുൽദീപാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 10-ന് മുന്നിലെത്തി. രണ്ടാം ഏകദിനം നാളെ നടക്കും. 3-ാം ഓവറിൽ കൈൽ മേയേഴ്സിനെ പുറത്താക്കി ഹർദിക് പാണ്ഡ്യയാണ് വിൻഡീസിന്റെ വീഴ്ചയ്ക്ക് തുടക്കമിട്ടത്. അലിക് അത്തനാസയുടെ വിക്കറ്റിലൂടെ പേസർ മുകേഷ് കുമാർ ഏകദിനത്തിലെ തന്റെ അരങ്ങേറ്റം ആഘോഷമാക്കി. ക്യാപ്റ്റൻ ഷായ് ഹോപ്പ് 4-ാം വിക്കറ്റിൽ ഷിംറോൺ ഹെറ്റ്മേറെ കൂട്ടുപിടിച്ച് ടീമിനെ കരകയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് തുടരെ 3 വിക്കറ്റുകൾ നേടി രവീന്ദ്ര ജഡേജ ആഞ്ഞടിച്ചത്. അവസാന 4 വിക്കറ്റുകളും വീഴ്ത്തി വിൻഡീസിനെ ചുരുട്ടിക്കെട്ടിയത് കുൽദീപ് യാദവാണ്. ഇന്ത്യക്കെതിരായ ഏകദിനത്തിൽ വിൻഡീസിന്റെ 2ാമത്തെ മോശം ടീം സ്കോറാണിത്. 2018-ൽ തിരുവനന്തപുരത്ത് നേടിയ 104 റൺസാണ് കുറഞ്ഞ സ്കോർ. അനായാസ ചേസിംഗ് പ്രതീക്ഷിച്ചിറങ്ങിയ ഇന്ത്യൻ ബാറ്റർമാരെ വിറപ്പിച്ച ശേഷമാണ് വിൻഡീസ് കീഴടങ്ങിയത്. ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ഷർദുൽ ഠാക്കൂർ എന്നിവർ നിരാശപ്പെടുത്തി. ഒരറ്റത്ത് പിടിച്ചു നിന്ന ഇഷാൻ കിഷനാണ് ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക് യു ടോക്ക്.